എന്താ കണ്ടോ, ഇവിടെ ഒരു കാർ മറിഞ്ഞ് കിടപ്പുണ്ട്. അതെങ്ങനെയോ എനിക്ക് തോന്നുന്നു വളവ് വളഞ്ഞ് വന്നപ്പോൾ ചിലപ്പോൾ കൺട്രോൾ കിട്ടി കാണില്ല. അങ്ങനെ നേരെ പറഞ്ഞു ആ തേയിലത്തോട്ടത്തിൻ്റെ ഇവിടെ ഒരു കാറ് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫിഷ് ഗ്രില്ല് വെക്കാൻ പോവാണ്. വെച്ചോളൂ ബ്രോ. ഏതാ ഫിഷ്? വെള്ളമീനാണോ? നല്ല വലിയ ഫിഷാണ് കേട്ടോ. I'll never tell, just trust that I'll keep it locked in a cell. Never revealing no secrets you're keeping, these promises. ഇത് നമ്മുടെ ഒരു കോട്ടേജ് ആണ്. നമുക്ക് ആദ്യം ഒരു കോട്ടേജ് തന്നിട്ടുണ്ട്. ആക്ച്വലി 3 കോട്ടേജ് ഉണ്ടായിരുന്നു, അതിൽ 3 ബുക്ക്ഡ് ആയതുകൊണ്ട് ഇപ്പോൾ ഒരു കോട്ടേജ് കിട്ടിയുള്ളൂ. എന്തായാലും കോട്ടേജ് ഒന്ന് കയറി കാണാം. കൊള്ളാലോ, കൊള്ളാം. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. നല്ലൊരു അടിപൊളി ബാൽക്കണി ഉണ്ട്. നല്ല വ്യൂ ഉള്ളൊരു ബാൽക്കണി. അത്യാവശ്യം കൊള്ളാമെന്നുള്ള വ്യൂ ഉള്ളൊരു ബാൽക്കണി കേട്ടോ. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന് നമ്മുടെ റിസപ്ഷൻ ഏരിയ. അത്യാവശ്യം നല്ല വ്യൂ ഉള്ളൊരു ബാൽക്കണി ഉണ്ട്. ഇത് നല്ല റൂമാണ്. ഇവിടെ ഒരു അലമാരയുണ്ട്. പിന്നെ നമ്മുടെ വാഷ്റൂം വരുന്ന ഇവിടാണ്. കുഴപ്പമില്ല, നൈസാണ്. എന്തായാലും നല്ലൊരു വ്യൂ ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട്. റൂം നല്ല ഗ്രീൻ എഫക്റ്റാണ്. കാര്യം പച്ചപ്പിൻ്റെ ഇടയിൽ ഉള്ളതുകൊണ്ട് ഇതിനും ഒരു ഗ്രീൻ എക്കോ ഫ്രണ്ട്ലി എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു ബാൽക്കണി എന്നുള്ളൊരു വ്യൂ വരുന്നത്. അപ്പം ഞങ്ങളിനി കുറച്ചൊരു റെസ്റ്റൊക്കെ എടുക്കട്ടെ. റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇനി മൂന്നാറും ചുമ്മാ കറങ്ങാനൊക്കെ പോകണം. അത്യാവശ്യം നല്ല റൂമാണ്. അത്യാവശ്യം നല്ല റൂമാണ്. നല്ലൊരു കോട്ടേജാണ്. ഒരുപാട് പേര് ഇപ്പോൾ ഇതൊരു 5, 1, 2, 3, 4, 5, 6 കോട്ടേജ് ഉണ്ട്. നല്ല രസമുള്ള കോട്ടേജാണ്. അപ്പം രാവിലെ നല്ല വ്യൂ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് കാണാം. ഇതും നല്ല നീറ്റ് റൂമാണ്. ഒരു ഗ്ലാസ് വിൻഡോ ഉണ്ട്. മോശമല്ലാത്തൊരു വ്യൂ. ഇവിടെ നിന്ന് മലയൊക്കെ കാണാം. നല്ല റൂമാട്ടോ. പുതിയതാ റൂം തോന്നുന്നു. യെസ്, നല്ല ബാത്റൂം ഉണ്ട്. നമുക്കിവിടെ നിന്ന് വെളിയിൽ നിന്ന് നല്ലൊരു വ്യൂവും കൂടെ കിട്ടും. ഇവിടെ നിന്നൊരു അതാണ് നമ്മുടെ ഹാർബർ റിസോർട്ട്. നമ്മുടെ അതാണ് റിസപ്ഷൻ ഏരിയയാണ്. നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല സൈലൻസ് ആണ്. അപ്പം നമ്മൾ മുറിയിൽ കുറച്ച് നേരമൊക്കെ ഒന്ന് വിശ്രമിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂന്നാർ ടൗൺ വരെ പോവാണ്. ജസ്റ്റ് നമ്മുടെ മാട്ടുപ്പെട്ടി ഡാം ആ സൈഡൊക്കെ ഒന്ന് ഒരു റൈഡ് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ബാക്കി റൈഡേഴ്സ് മറ്റേ നമ്മുടെ കണ്ണൂരും തിരിച്ചാളും അങ്കമാലിയും തിരിച്ചാളും എത്തിയിട്ടുണ്ട്. ഒരു ഈവനിങ് ഒരു ചെറിയ സ്നാക്കും ഒരു ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇനി ജസ്റ്റ് ഒരു റൈഡ് ചുമ്മാ മൂന്നാർ ടൗൺ വഴി ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ജസ്റ്റ് ഒരു റൈഡ് പോകല്ലേ. ഇവിടെ മുകളിലും താഴെയാണ് ഞങ്ങളുടെ റൂം തന്നേക്കുന്നത്. ഇവിടെ ഒരു 310R ഉണ്ട്. ഇത് എൻ്റെ 310R. അവർ രണ്ടുപേരാണ് ഇതിപ്പോൾ വന്നത്. ഇത് അനോഹ് ബ്രോ ആണ് അങ്കമാലി. ഇത് ജസീൽ ബ്രോ തളിപ്പറമ്പ്. അപ്പോൾ നമുക്ക് വിട്ടാലോ? ഗോ. ചുമ്മാ ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു റൈഡ് നമ്മളിങ്ങനെ ചുമ്മാ മൂന്നാർ ടൗണൊക്കെ ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ചു. നമ്മുടെ അനൂപ് ബ്രോയുടെ വണ്ടി ബ്ലാക്കാണ് കേട്ടോ. അനൂപ് ബ്രോയുടെയും ജസീലിൻ്റെയും ബ്ലാക്കാണ്. അപ്പം ഞങ്ങൾ റിസോർട്ടിൽ കുറച്ചൊരു വിശ്രമിച്ചിട്ട് ഈവനിങ് റൈഡ് പോവാണ്. നമ്മൾ റിസോർട്ടിൽ നിന്ന് ആനച്ചാൽ പോകുന്നൊരു വഴിയാണ് നമ്മളീ പോകുന്നത്. ലെഫ്റ്റ് സൈഡിൽ കംപ്ലീറ്റ് ഏലം തോട്ടമാണ്. നല്ല രസമുള്ള വഴിയാണ്. ഏലം തോട്ടവും നല്ല കാഴ്ചകളും നല്ല പ്രകൃതി ഭംഗി, പിന്നെ മൂന്നാറിൻ്റെ മലനിരകളൊക്കെ കാണാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു വഴിയാണ്. വഴി കുറച്ച് മോശമാണ്, നല്ല ഗട്ടറൊക്കെ ഉണ്ട്. എന്നാലും ആ പോകുന്ന റോഡും 2 സൈഡിലെ മരങ്ങളും പിന്നെ ആ ഒരു മല കാണാൻ പറ്റുന്നൊരു വ്യൂ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്താണ് നമ്മൾ റിസോർട്ട് ഇരിക്കുന്നത്. അപ്പം റിസോർട്ടിൽ നിന്ന് നമ്മൾ ആനച്ചാൽ ജംഗ്ഷൻ പോകുന്നു. ആനച്ചാലിൽ നിന്നാണ് നമ്മൾ മൂന്നാർ പോകുന്നത്. അപ്പോൾ ആ ഒരു പോകുന്ന വഴിയാണ് കണ്ടോ. ഫ്രണ്ടിൽ ഇങ്ങനെ മൂന്നാറിൻ്റെ മലനിരകളൊക്കെ വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റും. മഞ്ഞിങ്ങനെ മൂടി തട്ടി തലോടി പോവുകയാണ് ആ ഒരു മലനിരകളിലൊക്കെ.
അപ്പോൾ നമ്മളിങ്ങനെ 6 റൈഡേഴ്സ് ഒരുമിച്ച് റോഡിൽ കൂടെ പോകുമ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ അന്തമായിട്ട് നോക്കുകയാണ് കണ്ടത്. പിള്ളേരൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. ഒന്ന് BMW 6 ബൈക്സാണ് ഈ പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന നല്ല രസമുള്ള വഴിയാണ്. ഇടയ്ക്കിടയ്ക്ക് കുട്ടി കുട്ടി വീടുകളൊക്കെ ഉണ്ട്, ഏലത്തോട്ടമുണ്ട്. പിന്നെ അതേപോലെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കംപ്ലീറ്റ് ഒരു ഫോറസ്റ്റ് പോലെ തോന്നുന്നൊരു സ്ഥലമുണ്ട്. ഭയങ്കര ഭംഗിയായിരുന്നു. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ശ്രദ്ധിച്ചു. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. Never revealing no secrets you're keeping. These promises strong as a spell. I'll never tell. Yeah, I like you, that's for sure. Never have to close the door. Been a long time, a year before, and I'm missing you so bad. Gone away a month or more. Every show I go before, need to hear that voice, 'cause right now feels like it's been too long. അപ്പോൾ ഞാൻ പറഞ്ഞ മരക്കൂട്ടങ്ങളുള്ള വഴി ഇതാണ്. നല്ല രസമാണ് ഇതുവഴി പോകാനായിട്ട്. വൈകിട്ടായപ്പോൾ ചെറിയൊരു തണുപ്പുമുണ്ട്. അതോടൊപ്പം ഈ മരങ്ങൾ കാട്ടിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് പോകുന്നൊരു ഫീലാണ്. ഈ മരങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ റൈഡ് ചെയ്ത് പോകുമ്പോൾ നമുക്കത് വല്ലാതെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു സ്ഥലം 2 സൈഡിലും നിറച്ച് മരങ്ങളാണ്. വളരെ ഭംഗിയുള്ളൊരു വഴി തന്നെയായിരുന്നു ഇത്. അപ്പോൾ ഞങ്ങൾ മെയിൻ റോഡിലേക്ക് എത്തി. മൂന്നാർ പോകുന്ന മെയിൻ റോഡാണിത്. ചെറിയൊരു തണുപ്പടിച്ചു തുടങ്ങി. വൈകുന്നേരം ഒരു 5-5:30 ടൈമാണ്. അത്യാവശ്യം തണുപ്പുണ്ട്. റൈഡ് ചെയ്യാൻ നല്ല സുഖമാണ്. അതോടൊപ്പം മുന്നിൽ മലനിരകളൊക്കെ ഇങ്ങനെ മഞ്ഞിൽ ഇങ്ങനെ മൂടി മൂടി പോകുന്നത് കാണാം. അപ്പോൾ ഏതൊരു റൈഡറും ആഗ്രഹിക്കുന്നത് എന്താണ്, ഈ മഞ്ഞും ഈ ഒരു തണുപ്പും പിന്നെ ഇങ്ങനെ മലനിരകളും പച്ചപ്പിനിടയിൽ കൂടെയൊക്കെ വണ്ടി ഓടിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കില്ല. അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതുവഴി ഇങ്ങനെ വണ്ടി ഓടിക്കാനായിട്ട്. അത്ര ഒരു പ്രത്യേക ഫീലായിരുന്നു. You're an angel, that's for sure. With some devil, hear you roar. But I like it, we on the floor. In my ear, be whispering. Used to have fun, now I'm bored. Do I miss you? Yes, of course. അങ്ങനെ മൂന്നാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തേയിലത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങി. ഇവിടെ നിന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ടീ പ്ലാന്റേഷനാണ്. മൂന്നാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്, ആ ഒരു പച്ചപ്പ് നിറഞ്ഞ പച്ച പരവതാനി പോലെ കിടക്കുന്ന നമ്മുടെ തേയിലത്തോട്ടങ്ങൾ. അപ്പോൾ ആ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മളിങ്ങനെ പോകുന്നത്. എന്ത് ഭംഗിയാന്ന് നോക്കി. ആ ഒരു സൺസെറ്റ് ടൈം ആവാറായി. അപ്പോൾ അതിൻ്റെ ഒരു ഗോൾഡൻ ഷവറൊക്കെ ഇങ്ങനെ ആ ഒരു മേഘത്തിൽ തട്ടിപ്പോകുന്ന ആ ഒരു മഞ്ഞ കളറൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാം. അതോടൊപ്പം നല്ലൊരു വ്യൂ പോയിൻ്റാണ് നമ്മളിപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ നിർത്തി. അപ്പോൾ നല്ലൊരു വ്യൂ പോയിൻ്റ് കണ്ട് ജസ്റ്റ് ഒന്ന് നിർത്തിയാണ് നമുക്ക് എല്ലാവർക്കും ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വൈകുന്നേര സമയം ആയതുകൊണ്ട് തന്നെ ആ ഒരു ഗോൾഡൻ ഷവർ ഇങ്ങനെ പടർന്ന് നിൽക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ആ ഒരു പച്ചപ്പും നമ്മുടെ ടീ പ്ലാന്റേഷൻ്റെ പച്ചപ്പും നമ്മളെല്ലാവരും വിചാരിച്ചു ഇവിടെ നിന്നൊരു കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം, നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് പെട്ടെന്ന് ശ്രദ്ധിച്ചത് തേയില പ്ലാന്റേഷൻ്റെ ഇടയ്ക്ക് ഒരു കാറ് മറിഞ്ഞ് തലകുത്തനെ കിടക്കുന്നത്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. എന്താ കണ്ടോ, ഇവിടെ ഒരു കാർ മറിഞ്ഞ് കിടപ്പുണ്ട്. അതെങ്ങനെയോ എനിക്കൊന്ന് വളഞ്ഞ് വന്നപ്പോൾ ചിലപ്പോൾ കൺട്രോൾ കിട്ടി കാണില്ല. അങ്ങനെ നേരെ പറഞ്ഞതു ആ തേയിലത്തോട്ടത്തിൻ്റെ ഇവിടെ ഒരു കാറ് കിടക്കുകയാണ്. പക്ഷെ എന്നാലും ഈ ഒരു ഭംഗിയുണ്ട്, എന്ത് രസമല്ലേ, ഒരു രക്ഷയില്ലായിരുന്നു. നല്ലൊരു പ്രത്യേക വൈബായിരുന്നു. നമുക്ക് ആ ഒരു തണുപ്പുമുണ്ട്, അതോടൊപ്പം ഈ ഒരു നല്ല കാഴ്ചയും നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ നമ്മൾ ആ ഒരു വ്യൂ പോയിൻ്റിൽ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വീണ്ടും മുന്നോട്ട് വേണം. നമുക്ക് മൂന്നാർ ടൗണൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് എക്കോ പോയിൻ്റൊക്കെ പോകണമെന്ന് വിചാരിച്ച് നമ്മൾ പോവാണ്. അപ്പോൾ എന്തായാലും സമയം ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആവാറായി. നേരം പതുക്കെ ഇരുട്ടി തുടങ്ങാൻ പോകുന്നുണ്ട്. എന്നാലും നമ്മൾ വീണ്ടും മുന്നോട്ട് തന്നെ റൈഡ് പോകുന്നു. നമ്മൾ മൂന്നാർ ടൗണൊക്കെ കടന്നു വേണം നമ്മുടെ എക്കോ പോയിൻ്റ്, അതായത് മാട്ടുപ്പെട്ടിയൊക്കെ പോകാനായിട്ട്. അവിടെ എത്തുമ്പോൾ ഇരുട്ടാവുമെന്ന് അറിയില്ല, എന്നാലും നമ്മളെല്ലാവരും പോകാമെന്ന് തന്നെ വിചാരിച്ചു. വൈകിട്ട് ഇതുവഴി പോകുമ്പോൾ കാണുന്ന ആ ഒരു ഭംഗി, ആ ഒരു കാഴ്ചയൊക്കെ എടുത്ത് പറയേണ്ടതാണ്. കാരണം നമ്മളിപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നമുക്ക് നേരിട്ട് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാര്യം ആ ഒരു മേഘത്തിൽ ആ ഒരു ഗോൾഡൻ ഷവറും പച്ചപ്പൊക്കെ ആയിട്ട് നമ്മുടെ കേരളയിലെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞാൽ വെറുതെ ഇല്ല, അത്ര നല്ല ബ്യൂട്ടിഫുൾ കാഴ്ചയാണ് നമുക്ക് കേരളത്തിനുള്ളത്. അതുകൊണ്ട് എങ്ങനെ നമുക്ക് അഭിമാനിക്കാം നമ്മുടെ കേരളത്തെ പറ്റി. കാര്യം അത്ര കിടിലം വ്യൂവും നല്ല കാഴ്ചകളുമാണ്. അതോടൊപ്പം നമ്മളിങ്ങനെ റൈഡ് പോകുമ്പോൾ ആ ഒരു തണുപ്പൊക്കെ ഇങ്ങനെ തട്ടിപ്പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലും വൈബൊക്കെയാണ്. ഏതൊരു റൈഡേഴ്സിനും ഇഷ്ടപ്പെടുന്ന പോലെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു റോഡും ഈ ഒരു റൈഡും ഒക്കെ. കാര്യം നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങൾ, നല്ല റോഡ്, ചെറിയൊരു തണുപ്പ്. പിന്നെ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നമ്മളൊരു 6 റൈഡേഴ്സ് ഒരുപോലെ ഇങ്ങനെ ഒരേ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അതിനും ഒരു പ്രത്യേകത ഉണ്ട്. അപ്പം നമ്മൾ എന്തുകൊണ്ടും ഈ ഒരു സ്ഥലവും ആ ഒരു ക്ലൈമറ്റും ആ ഒരു മൂഡും ഒക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ റൈഡ് ചെയ്യാണ്. Now I'm bored, do I miss you? Yes, of course. Think about that time when we stayed up all night talking. I could never let you go on thinking about those secrets you. And I would never bet the word that I would find anyone like you. I'll never tell, just trust that I'll keep it locked in a cell.
never revealing no secrets. അങ്ങനെ ഞങ്ങൾ റൈഡ് ചെയ്ത് മൂന്നാർ ടൗൺ എത്താറായി. അതിൻ്റെ ആ ഒരു തിരക്ക് നിങ്ങൾക്ക് റോഡിൽ തന്നെ കാണാൻ പറ്റും. ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്, അതുപോലെ ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാർ അങ്ങോട്ടും പോകുന്നുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ മൂന്നാർ ടൗൺ എത്താറായി. പള്ളിവാസലൊക്കെ കഴിഞ്ഞു. പള്ളിവാസൽ എന്ന് പറഞ്ഞാൽ മൂന്നാറിൻ്റെ തൊട്ട് താഴത്തൊരു സ്ഥലമാണ്. അവിടെ നല്ല ടീ പ്ലാന്റേഷനൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ നമ്മൾ മൂന്നാർ ടൗൺ പോയിട്ട് മൂന്നാറിന് എക്കോ പോയിൻറ്റോ മാട്ടുപ്പെട്ടിയൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നു. നേരം ഇരുട്ടിയത് കൊണ്ട് നമുക്ക് അവിടെ പോകാൻ പറ്റുമോയെന്നും അറിയില്ല. എനിവേ നല്ലൊരു റൈഡ് എൻജോയ് ചെയ്യാനായിട്ട് നമ്മൾ മെയിൻ ഉദ്ദേശിച്ച സ്ഥലങ്ങൾ കാണുന്നതിലുപരി നമുക്കൊരു ആ റൈഡ് എൻജോയ് ചെയ്യാന്നുള്ളതാണ് വേറൊരു വലിയൊരു കാര്യം. അതുകൊണ്ട് നമ്മൾ എന്തായാലും പോകാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ ഈ പോകുന്ന വഴി മൂന്നാർ മെയിൻ ടൗൺ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് മാട്ടുപ്പെട്ടി വഴി ജസ്റ്റ് പകുതി വരെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും നേരെ ഒത്തിരി ഇരുട്ടി. നമുക്ക് കാണാനൊന്നും പറ്റുമെന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് ദൂരെയൊന്നും പോകാതെ ജസ്റ്റ് ആ മാട്ടുപ്പെട്ടി പോകുന്ന റോഡ് പോയിട്ട് തിരിച്ചു വന്നു. ഇത് മൂന്നാർ ടൗണാണ്. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സമയമാണിത്. വൈകിട്ട് ഒരു 7 മണിയായി കാണാം. ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാരുണ്ട്, പിന്നെ അവിടുത്തെ ലോക്കൽ ആൾക്കാരുണ്ട്. എല്ലാ കടകളും തുറന്നിരിപ്പുണ്ട്, വളരെ ആക്റ്റീവാണ്. ഒരു തിരക്കേറിയ ജംഗ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു മൂന്നാർ ടൗൺ. കാര്യം വണ്ടികളാലും ആൾക്കാരാലും നിറഞ്ഞിരിക്കുകയാണ് ഈ മൂന്നാർ ടൗൺ. അപ്പോൾ നമ്മൾ തിരിച്ച് റിസോർട്ടിൽ തന്നെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴി എവിടെയെങ്കിലും ഡിന്നറൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ മൂന്നാർ ടൗണിൽ തന്നെ എവിടെയെങ്കിലും ഡിന്നർ കഴിക്കാൻ പ്ലാൻ ചെയ്ത് നമ്മൾ വീണ്ടും മുന്നോട്ട് പോവാണ്. നമ്മളൊരു ഈവനിങ് റൈഡ് ജസ്റ്റ് മാട്ടുപ്പെട്ടി റോഡൊക്കെ ഒന്ന് പോയിട്ട് തിരിച്ചു വന്നു. ഫുള്ള് പോയില്ല. തിരിച്ചു വന്നിട്ട് മൂന്നാർ ടൗണിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ച് നമ്മുടെ റിസോർട്ടിലേക്ക് പോവാണ്. നല്ല തണുപ്പാണ്, ചെറുതായിട്ട് മഞ്ഞുണ്ട്, നല്ല തണുപ്പിച്ച് നല്ല തണുപ്പാണ്, അടിപൊളി, നല്ല ചില്ലെന്നിരിക്കുകയാണ്. അപ്പോൾ നേരെ നമ്മൾ റിസോർട്ടിൽ പോകുന്നു. കാലിൻ്റെ സോക്സിനിടയിൽ നിന്നൊക്കെ ഇങ്ങനെ തണുപ്പിരച്ച് കയറുക കേട്ടോ. അത്ര നല്ല തണുപ്പുണ്ട്. മൂന്നാർ ടൗണിലൊക്കെ നല്ല തണുപ്പുണ്ട്, മഞ്ഞുണ്ട് ചെറുതായിട്ട്. അപ്പോൾ നേരെ റിസോർട്ടിൽ പോയിട്ട് കാണാം. അപ്പോൾ ഒരു ഈവനിങ് റൈഡ് കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തി. ഞാനൊന്ന് കുളിച്ച് ഫ്രഷൊക്കെ ആയി. ഇനി ഒരു ചെറിയൊരു ക്യാമ്പ് ഫയർ ഉണ്ട്. പുറത്ത് അത്യാവശ്യം കുറച്ച് തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര തണുപ്പില്ല എന്നാലും. ബട്ട് മൂന്നാർ ടൗണൊക്കെ നല്ല തണുപ്പാണ്. അത്രയും വെച്ച് നോക്കുമ്പോൾ ഭയങ്കര തണുപ്പൊന്നുമില്ല, ബട്ട് എന്നാലും കുറച്ച് തണുപ്പുണ്ട്. അപ്പോൾ ഇനി ക്യാമ്പ് ഫയർ ഒക്കെ ഒന്ന് കൂടി കുറച്ച് ചൂടൊക്കെ കഴിഞ്ഞിട്ട് കിടന്ന് അടിപൊളിയായിട്ട് ഉറങ്ങണം. നമുക്ക് രാത്രിയുടെ ആക്ടിവിറ്റിക്കായിട്ടേ നമുക്കൊരു ബാർബിക്യൂ സെറ്റ് ചെയ്ത് തന്നു. ഫിഷ് ബാർബിക്യൂ ആണ്. നമ്മൾ കനലൊക്കെ സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അനോഹ് ബ്രോ ആണ് ആ കനൽ റെഡിയാക്കുന്നത്. അപ്പോൾ കനലൊക്കെ റെഡിയായിട്ട് നല്ല അടിപൊളി ഒരു ഫിഷ് ഗ്രില്ല് ചെയ്തെടുക്കണം. അനീഷ് ബ്രോ എന്താ ഒരുമിച്ച് കനൽ സെറ്റാക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ ഒരു ക്യാമ്പ് ഫയർ വേണ്ടിയിട്ട് കുറച്ച് വിറകൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കനൽ സെറ്റായിട്ട് നമുക്കൊരു അടിപൊളി ഫിഷ് ഗ്രില്ല് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ആ ഫിഷ് ഗ്രില്ല് വെക്കാൻ പോവാണ്. വെച്ചോളൂ ബ്രോ. ഏതാ ഫിഷ്? വെള്ളമീനാണോ? നല്ല വലിയ ഫിഷാണ് കേട്ടോ. യെസ്, ഫിഷ് ഗ്രില്ല് ചെയ്യാണ്. കനലൊക്കെ നല്ല ചൂടായിട്ടുണ്ട്. അടിപൊളി ഫിഷ് ഗ്രില്ല് ഇതാ ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മളോടൊപ്പം അനീഷ് ബ്രോ ചേരുന്നു, ഹരീഷ് ബ്രോ ചേരുന്നു, ദിലീപേട്ടൻ ചേരുന്നു, അനോഹ് ബ്രോ ചേരുന്നു. ഈ റിസോർട്ടിൽ ചിക്കൻ ഗ്രില്ലാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വേണ്ടി അവരൊന്ന് ഫിഷ് അറേഞ്ച് ചെയ്ത് തന്നാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി ഫിഷ് ഗ്രില്ലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കനലൊക്കെ നല്ല ചൂടുണ്ട്, പുറത്ത് അത്യാവശ്യം തണുപ്പുമുണ്ട്. അനീഷ് ബ്രോ നിങ്ങളാണ് ഇന്നത്തെ കുക്ക് കേട്ടോ, സെറ്റാക്കിയത്. അപ്പോൾ ഒരു അടിപൊളി ഫിഷ് ഗ്രില്ലാവാം നമുക്ക് രാത്രി. ഈ മരം കോച്ചുന്ന മൂന്നാറിൻ്റെ തണുപ്പിൽ ഫിഷ് ഗ്രില്ലും ഒരു അടിപൊളി ക്യാമ്പ് ഫയറും. നമ്മൾ ക്യാമ്പ് ഫയർ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ക്യാമ്പ് ഫയറും ഇവിടെ നമ്മുടെ ഗ്രില്ലും സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ഒരു ഫിഷ് ഗ്രില്ലും നമ്മുടെ ക്യാമ്പ് ഫയറൊക്കെ ആ നൈറ്റ് അങ്ങ് അടിച്ച് പൊളിച്ചു. ഇനി അടുത്ത ദിവസം രാവിലെ നമുക്കൊരു റൈഡുണ്ട്. എല്ലാ ബൈക്കേഴ്സിനും അല്ലെങ്കിൽ റൈഡേഴ്സിനും ഇഷ്ടപ്പെടുന്ന മൂന്നാറിന് മറയൂർ പോകുന്ന റൂട്ടാണ് നമ്മൾ നാളെ രാവിലെ പോകാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇഫ് യു ആർ നോട്ട് സബ്സ്ക്രൈബ് അവർ ചാനൽ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ for notification for the next video. This is Travcup. Bye. You're an angel, that's for sure. With some devil, hear you roar, but I like it. We on the floor, and my baby.